അതെ, പകച്ചു നിൽക്കാതെ ലക്ഷ്യം പൂർത്തീകരിച്ച ചിലരുണ്ടാകും. അവരെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഉരുക്കു വനിത. ഈ വി പി മൻസിയ എന്നുള്ള പേര് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും തോന്നുന്നു. അതായത് ഒരു നർത്തകിയാണ്, പക്ഷേ മതപരമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വേദികൾ നിഷേധിക്കപ്പെട്ട ഒരു കലാകാരി. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായി എന്താണ് വി പി മൻസിയയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, സ്റ്റേറ്റസ് കോ എന്താണ് എന്ന് നമുക്കറിയില്ലായിരുന്നു. എന്താണ് വി പി മൻസിയ ഇപ്പോൾ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശിയാണ് മൻസിയ. മൻസിയ ഇന്ന് സ്വന്തമായൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച ശിഷ്യർ കരുത്തും തെളിയിച്ചു. മതങ്ങളുടെ കാർക്കശ്യത്തിന് മുന്നിൽ തലകുനിക്കാൻ തയ്യാറാകാതിരുന്നതോടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എതിർപ്പുകൾ മൻസിയ നേരിട്ടു. അതെല്ലാം വകവയ്ക്കാതെ മുന്നേറുകയാണ്. തനിക്ക് ഇഷ്ടമുള്ള തൊഴിൽ, അത് ഒട്ടേറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ഈ കലയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് വി പി മൻസിയ ഇപ്പോൾ ചെയ്യുന്നതെന്ന്. നൃത്തമായിരുന്നു മൻസിയയ്ക്കെല്ലാം. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങി പങ്കെടുത്തതിലെല്ലാം തിളങ്ങി. അന്നു മുതൽ എതിർപ്പ്, അരങ്ങിലെത്തിയപ്പോൾ മുതൽ പള്ളിയിൽ നിന്നുള്ള വിലക്ക്, ഒറ്റപ്പെടൽ, കണ്ണീർ. അവസാനം കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വേദി നിഷേധിച്ചതുവരെ നീളുന്നു പ്രതിസന്ധികൾ. എല്ലാം ചെറുത്തു തോൽപ്പിച്ച ചിരിയുണ്ട് മൻസിയയുടെ മുഖത്ത്. ഇന്ന് ആഗ്നേയ ഡാൻസ് സ്കൂളിന്റെ ഗുരു. വലിയ സന്തോഷം ഇപ്പോൾ പറയുമെങ്കിലും എൻ്റെ പിറകോട്ടുള്ള ജീവിതം എടുത്തു നോക്കുമ്പോൾ അത്ര വലിയ എളുപ്പമുള്ളൊരു യാത്രയിലൂടെ അല്ല ഞാൻ സഞ്ചരിച്ചു വന്നത്. ഇത്തിരി ബുദ്ധിമുട്ടി, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലതരത്തിൽ പല വിഭാഗത്തിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ താഴ്ന്നു പോയ സമയത്തും എനിക്ക് ഊർജം നൽകിയത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പഠിപ്പിച്ചതൊക്കെ ആഗ്നേയാണ്. എല്ലാവരും പറയും ബോൾഡാണെന്ന്, പക്ഷെ ബോൾഡ് മാത്രമല്ല ഞാൻ എല്ലാവരെയും പോലെ തന്നെ എപ്പോഴും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, കൊളാപ്സ്ഡ് ആവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ എൻ്റെ കുട്ടികളുടെ മുഖം കാണുമ്പോൾ എനിക്ക് വേറൊരു കാര്യത്തിലും അങ്ങനെ ടെൻഷൻ ആവേണ്ട ഒരു സമയമില്ല. അവർ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതും ചെലവഴിക്കുന്നതും ഈ ഒരു 4 ചുവരുകൾക്കുള്ളിലാണ്. പക്ഷെ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന കലോത്സവത്തിൽ ദേവനന്ദയും ആരബിയും ഹയർ സെക്കൻഡറി ഭരതനാട്യം, ഹൈസ്കൂൾ കുച്ചിപ്പുടി ഭരതനാട്യത്തിൽ എ ഗ്രേഡ് നേടി തിരിച്ചു വരുമ്പോൾ അവരവിടെ കളിക്കുമ്പോൾ ആ എ ഗ്രേഡ് നേടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർ കളിക്കുമ്പോൾ ഞാനത് കാണുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ഞാൻ മത്സരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോഴോ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും വരാറില്ല. ഞാൻ വളരെ കൂളാണ്. പക്ഷെ എൻ്റെ സ്റ്റുഡൻസ് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ അത്രയും ടെൻഷനുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല. കലോത്സവം എപ്പോഴും ഒരു ഊർജം തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷവും വളരെ വിഷമം തോന്നിയ നിമിഷവും മൻസിയ പറയുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ NSS ക്യാമ്പിൽ അന്ന് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതേ NSS ക്യാമ്പിലെ വേറൊരു സ്കൂളിലെ ഈ പ്രദേശത്ത് നടന്നൊരു NSS ക്യാമ്പിൽ ഇക്കൊല്ലം ഞാൻ അതിഥിയായിട്ട് എല്ലാവരുടെയും ക്ഷണത്തോടെ സന്തോഷത്തോടെ ഞാനത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലൈഫിൽ വിഷമിപ്പിച്ച അത് പറഞ്ഞത് പണ്ട് ഉണ്ടായ മഹല്ല് കമ്മിറ്റിയിലെ 2007 ഉണ്ടായൊരു ഇഷ്യൂ. അന്ന് ഞാൻ എൻ്റെ ഒരു 5, 6, 7 സമയത്താണ്, അതായത് ഒരു ബോധമില്ലാത്ത സമയത്താണ്. ഫ്രണ്ട്സ്, കൂട്ടുകാർ, അവരുടെ പ്രശ്നമല്ല, പലരും പറഞ്ഞ രീതിയിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റി ആ സമയത്ത് അത്രയും ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അപ്പം അവരെന്നോട് സംസാരിക്കാതെ നിന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില അധ്യാപകർ, ഞാൻ പഠിച്ച സ്കൂളിലെ അധ്യാപകർ എന്നോട് ആ ഒരു പ്രായത്തിൽ എന്നോട് മോശമായി പെരുമാറിയെന്ന് എനിക്ക് തോന്നിയ നിമിഷം. പിന്നെ 7ാം ക്ലാസ് എന്ന് വെച്ചിട്ടാണ് ഉമ്മ മരിക്കുന്നത്. അപ്പൊ ഉമ്മ പറയുന്നത് ഭയങ്കര മതവിശ്വാസിയായിരുന്നു. ഉമ്മ മരിക്കുന്ന വരെ 5 വഖത്ത് നിസ്കരിച്ച്
നോമ്പ് നോറ്റൊരു സ്ത്രീയാണ്. അപ്പം ഉമ്മാനെ കബറടക്കാൻ സാധിക്കാതെ ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നിന്നൊരു മൊമെന്റ് ഉണ്ട്. അതാണ് എൻ്റെ ലൈഫിൽ ഇന്നും എന്നെ ഹോണ്ട് ചെയ്യാന്ന് പറയുന്നത് ആ ഒരൊറ്റ നിമിഷമാണ്. അന്നെല്ലാം കേരളം ഒപ്പം നിന്നതിന്റെ തെളിവായി പുരസ്കാരങ്ങളുടെ നീണ്ട നിര. ബഹുസ്വര ഇന്ത്യയിൽ നൃത്തം എന്നതാണ് മൻസിയയുടെ PhD വിഷയം. അനുഭവങ്ങളിൽ ഉരുകിത്തെളിഞ്ഞാണ് ആ വിഷയത്തിന്റെ തിരഞ്ഞെടുപ്പ്. മൻസിയയുടെ ഓരോ വിശേഷങ്ങളും നേട്ടങ്ങളും കലയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരുടെയും സന്തോഷമാണ്. എല്ലാ അതിർത്തികളും വേലിക്കെട്ടുകളും പൊളിച്ച് കല വളരട്ടെ, ഒപ്പം മൻസിയയും. അല്ലേ? ബിപിൻ സി വിജയൻ, 24 മലപ്പുറം. ഈ മതത്തിന്റെ പേരിലൊക്കെ വേലിക്കെട്ടുകൾ ഒരു കലാകാരിക്ക് തീർക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ നിർഭാഗ്യകരമായ മറ്റെന്തുണ്ടല്ലേ? അപ്പോൾ നമുക്കും പറയാനുള്ളത് കല വളരട്ടെ, മൻസിയയും വളരട്ടെ.